ഇപ്പോൾ നിലവിലുള്ള MP ഈ MP-യെ കാണണമെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റിന്റെ മേലെ നോക്കണം, ഹൈമാസ് ലൈറ്റിന്റെ അടുക്ക നോക്കണം, മറ്റെവിടെയും MP-യെ കാണാനില്ല. MP-യെ കാണുന്നു എന്ന് പറയുന്നത് വെറും അവിടെയും കാണാനില്ലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അല്ലല്ല, പി കരുണാകരൻ MP ഈ നാട്ടിൽ നിറഞ്ഞു നിന്ന MP-യാണ്. എല്ലാ സ്ഥലത്തും എത്തുകയും എല്ലാ കാര്യങ്ങളും ഇടപെടുകയും വമ്പിച്ച വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത സാധ്യതക്കനുസരിച്ച് ഇല്ലില്ല. ഉണ്ണിച്ച എന്ന് പറയുന്നത് മറ്റാരെങ്കിലും ചെയ്തതിന്റെ ഉത്തരവാദിത്തം ഞാനാണെന്ന് ഏറ്റെടുക്കുക. വന്ദേ ഭാരത് ട്രെയിൻ വന്നാലും റെയിൽവേ സ്റ്റേഷനിൽ എന്തെങ്കിലും വന്നാലും എല്ലാം ഞാനാണെന്ന് മറ്റുള്ളവരുടെ പ്രവർത്തനം കൊണ്ട് നേടിയതെല്ലാം. ഇത് ഹൈവേ എന്ന് പറയുന്നത് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതുകൊണ്ട് മാത്രം നടപ്പിലായതാണ് കേരളത്തിലെ ഹൈവേ. മുഴുവൻ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയായിരുന്നു. അതിനൊക്കെ കാരണം ഇവിടെയുള്ള ജനപ്രതിനിധികളായ ഈ MP ഒരു വസ്തു ചെയ്തില്ലെങ്കിലും കേരള സംസ്ഥാനത്തിന്റെയും മുൻ MP-മാരുടെയും ഇടപെടൽ കൊണ്ട് മാത്രം. അതുകൊണ്ട് ഇടതുമുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ട്. ഇടതുമുന്നണി മാത്രമേ ജയിക്കൂടാ. ഇടതുമുന്നണി മാത്രമേ ജയിക്കൂ. എന്താണ് ചേട്ടാ ഒരു വളരെ പെട്ടെന്ന് രണ്ട് കോൺഗ്രസിന്റെയും BJP-ന്റെയും രണ്ടാളോടും പറയാനുണ്ട്. BJP-ന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു 2 പാസ്പോർട്ട് ഓഫീസ് ഇവിടെ ഉണ്ടെന്ന്. ഓരോ വർഷവും പുതുക്കുന്ന പാസ്പോർട്ടിന്റെ എണ്ണം എത്ര എന്നുള്ളത് BJP-ന്റെ പ്രതിനിധിക്ക് അറിയാം. ഈ പോകുന്ന പണങ്ങളൊക്കെ കേന്ദ്രത്തിലേക്കല്ലേ പോകുന്നത്? ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു നയാ പൈസ ഇതുവരെ ഈ കേരളത്തിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഈ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന വകുപ്പിലും അതുപോലെ ഏകദേശം ഒരു 10-20 വർഷം മുമ്പേ എമിഗ്രേഷൻ വകുപ്പിൽ നിന്ന് തന്നെ ഒരുപാട് പൈസ കേന്ദ്ര സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. ഈ പണത്തിന്റെ ഏതെങ്കിലും ഒരു ശതമാനം ഈ കേരളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ കേന്ദ്രം ഭരിക്കുന്ന BJP-ക്ക് സാധിച്ചിട്ടുണ്ടോ? രണ്ടാമത് ബ്രിജേഷ് ഷോട്ടിനോടാണ് ചോദ്യം. ഈ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് കണ്ണൂർ എയർപോർട്ട്. ഈ കണ്ണൂർ എയർപോർട്ടിന്റെ ശോചനാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അക്ഷരം ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഹൈമാസ് ലൈറ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഹൈമാസ് ബൾബ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിന്റെ ലൈറ്റിന്റെ പൈസ കംപ്ലീറ്റ് കൊടുക്കുന്നത് ഇവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അത് മനസ്സിലാക്കണം. ഇവിടെ ഒരുപാട് പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുനിസിപ്പാലിറ്റി കൗൺസിലർമാരും ചെയ്യുന്ന വർക്കിന്റെ 1% പോലും ഈ MP എന്ന നിലയിൽ ചെയ്യുന്നില്ല. ബ്രജേഷ് ഷാട്ടിന് പറയാൻ പറ്റുന്നില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ വന്നിട്ട് ഗ്രാമസഭയിൽ പറയുന്നത് പോലെയാണ് ബ്രജേഷ് ഷാട്ടിന് ഇവിടെ വന്നിട്ട് MP ചെയ്ത പ്രവർത്തനം ഇന്നതൊക്കെയാണെന്ന് പറയുന്നത്. അപ്പൊ രണ്ടുപേരും കൃത്യമായിട്ടുള്ള ഉത്തരം ഈ പയ്യന്നൂരെ ജനങ്ങളോട് പറയണമെന്ന് വിനീതമായിട്ട് നമ്മൾ ഈ വിഷയങ്ങൾക്കൊപ്പം ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്താൽ, പ്രജീഷ് കുമാർ നോക്കൂ, നിങ്ങളുടെ ഈ പ്രകടന പത്രികയിൽ ദേശീയ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പരാമർശമില്ലാത്തത് കാസർഗോഡ് മണ്ഡലത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വോട്ടർമാരെ ദുഃഖിപ്പിക്കുന്നുണ്ടാവില്ലേ? ഒരിക്കലില്ല. CAA 2018 ഇന്ത്യൻ പാർലമെന്റില് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കുമ്പോൾ ആ ബില്ല് ഇൻജക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമായി അതിനെ എതിർത്തുകൊണ്ട് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, ഇത് നിലനിൽക്കില്ല, ഇത് ആർട്ടിക്കിൾ 6, ആർട്ടിക്കിൾ 11, ആർട്ടിക്കിൾ 14 ഇതിനെല്ലാം വിരുദ്ധമായതാണ്, ഇത് ഇത്തരം ഭരണഘടനാ അനുച്ഛേദങ്ങൾക്ക് ഉല്ലംഘനം ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഇത് നിലനിൽക്കാത്തതാണ്, ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയുകയും അതിനുശേഷം ഇന്ത്യൻ പാർലമെന്റിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം നിൽക്കുകയും 6 MP-മാർ സസ്പെൻഷൻ വാങ്ങുകയും ചെയ്തത് കേരളത്തില് കോൺഗ്രസ് MP-മാരാണ്, അല്ലാതെ എന്നിട്ട് 5 വർഷം കഴിയുമ്പോ നിങ്ങൾ പ്രകടന പത്രികയിൽ പൗരനൊരു വാക്ക് വരാത്തതാണ് സാർ. ആരും സംസാരിക്കാൻ പറ്റത്തില്ല. അല്ല പറഞ്ഞോ പറഞ്ഞോ അവസരത്തിൽ സംസാരിക്കാം. പറഞ്ഞോ. രണ്ടാമത് ഈ CAA-യുടെ വിഷയത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ മാത്രമല്ല രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ആരംഭത്തിലും അവസാനത്തിലും 2 ഘട്ടത്തിലും ഇന്ത്യൻ ജനങ്ങൾ കൊടുത്തത് CAA മല്ലികാർജുൻ ഖാർഗെ നോക്കൂ പ്രദേശ് വസ്തുതാപരമായി പറയൂ. മല്ലികാർജുൻ ഖാർഗെ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഇപ്പൊ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് പറഞ്ഞില്ല. ഖാർഗെ പറഞ്ഞത് നമ്മൾ ഒന്നുകൂടി അത് സംസാരിച്ച് ഈ പാർട്ടിക്കകത്ത് അങ്ങനാണോ തീരുമാനമെടുക്കേണ്ടത്? സാർ, നിങ്ങൾ വോട്ടിലിട്ട് ഭേദഗതി തള്ളിയ CAA ഭരണഘടനാ വിരുദ്ധമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കെ നോക്കൂ, എന്റെ ചോദ്യം സ്ട്രെയിറ്റ് ആണ്. ഞങ്ങൾ ആ ചോദ്യം എടുക്കൂ. ആ ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ പ്രകടന പത്രികയിൽ നിങ്ങൾ തന്നെ 5 വർഷങ്ങൾക്ക് മുമ്പ് വോട്ടിനിട്ട് നിരാകരിക്കാൻ ശ്രമിച്ച പൗരത്വ നിയമ ഭേദഗതി എന്നൊരു വാക്ക് പോട്ടെ, പൗരത്വം എന്നൊരു വാക്ക് പോട്ടെ, CAA എന്ന് 3 അക്ഷരം എന്തുകൊണ്ടില്ലാതെ പോയി? അത് പറയേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്യുന്ന ഇന്ത്യ മുന്നണിയിലെ ഒരു പാർട്ടിയും CAA അംഗീകരിക്കുന്നില്ല. CAA-ക്കെതിരായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടത് എന്ന് ഇന്ത്യ മുന്നണിയിലെ 28 കക്ഷികളും ഇന്ത്യൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടാണ്. ആ സമയത്ത് കോൺഗ്രസ് പറയാത്തത് ഞങ്ങൾ പറയുന്നത് ഈ 5
ഇന്ത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ ഇന്ത്യ മുന്നണി നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ കൊടുക്കുന്നത് മോദി ഗ്യാരണ്ടിയെ പോലെ വെറും വാക്കല്ല. 5 വർഷം മുമ്പും 10 വർഷം മുമ്പും മോദി ഗ്യാരണ്ടി കൊടുത്തു. ഇന്ത്യയിൽ 2 കോടി ജനങ്ങൾക്ക് തൊഴിലില്ലായ്മ ഉപ്പുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് പ്രതീക്ഷ ചോദിക്കുന്നത്. ഇത്